എല്ലാവർക്കും ടെക് ലേമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 14 പ്രോനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ്മി നോട്ട് 13 പ്രോൻ്റെ ഒരു സക്സസറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ്. സോ അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. സോ അതിൻ്റെ ഒരു അനിയൻ എന്ന് വേണമെങ്കിൽ പറയാം സ്മാർട്ട് ഫോൺ. കാരണം കുറച്ച് സിമിലർ സ്പെക്ക് ഒക്കെ ആയിട്ടുണ്ട് അതായിട്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങൾ വരുന്നൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. 8.2 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്, 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ബാക്കാണ് വരുന്നത്, പക്ഷേ നമുക്കിവിടെ റെഗുലർ ഗ്ലാസ് ആണ്, അങ്ങനെ ഗോറില്ല ഗ്ലാസോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം IP69 റേറ്റിംഗ്. സോ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ശരിക്കും ഇത്. പിന്നെ നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ 1.5K 120 Hz 12 ബിറ്റ് AMOLED ആണ്. 1920 ഹെർട്സിന്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്, 3000 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2. ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിൽ ഇരിക്കുന്നത്. സോ ഡിസ്പ്ലേ രണ്ടിനെ സെയിം ആണ്, ടോപ്പ് നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പ്രൊട്ടക്ഷനും അടിപൊളിയാണ്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. ഹെഡ്ഫോൺസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിൻ്റെ പെർഫോമൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ MediaTek Dimensity 7300 Ultra ആണ് വരുന്നത്. 4 nanometer പ്രോസറാണ്. സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. വേരിയൻ്റ് അനുസരിച്ച് സ്റ്റോറേജോ അല്ലെങ്കിൽ റാമിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് പോലെ. സോ അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ത്രോട്ടിലിംഗ് ഒന്നും ഇല്ലാത്തൊരു പ്രോസർ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു പ്രോസർ തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസറാണ്. നല്ല എന്താ പറയുക, പ്രൈസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് സ്മാർട്ട് ഫോൺ ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം വേറെ സ്മാർട്ട് ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 6,52,047 വരുന്നത്. CPU 2,07,805, GPU 1,45,221 വരുന്നത് GPU. പിന്നെ OSൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈപ്രോയ്സ് ആണ് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്, 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ഹൈപ്രോയ്സ് അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI തന്നെയാണ് വരുന്നത്. ആഡ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ നമ്മൾ MIUI പോലെ അല്ല, ഇതിലൂടെ ബെറ്റർ ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പറഞ്ഞു വരുന്നത്. പ്രൈമറി നമുക്കൊരു 50 മെഗാ f1.5 ആപ്പച്ചാണ്. സോ നല്ല വൈഡർ ആയിട്ടുള്ള ഒരു ലെൻസാണ് നമുക്കിവിടെ വരുന്നത്. സോണി DTR 600 ആണ് വരുന്നത്. OIS സെൻസറാണ്. 4K 30 FPS, 8 മെഗാ f2.2 അൾട്രാ വൈഡ്, 1080p 30 FPS, 2 മെഗാ മാക്രോ. പിന്നെ 20 മെഗാ പിക്സലിൻ്റെ OmniVision OV20B സെയിം സെൻസർ തന്നെയാണ് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിൽ ഇരിക്കുന്ന സെൽഫി ആയിട്ട്. അതിവിടെ വരുന്നുണ്ട് 1080p 60 FPS. സോ ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺസ് ഉണ്ട് ശരിക്കും പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ, കാരണം മോട്ടോ G50 ഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ബാലൻസ്ഡ് ടൈപ്പ് ഫോണാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ ബാറ്ററി നോക്കുവാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ്. 45 വാട്ട് ചാർജർ ബോക്സിലേക്ക് കിട്ടും. ബാറ്ററി കപ്പാസിറ്റി കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, പക്ഷേ ചാർജിൻ്റെ കാര്യത്തിൽ ഒരു ഡൗൺ ഗ്രേഡ് ആണ്. കാരണം റെഡ്മി നോട്ട് 13 പ്രോയിൽ നമുക്ക് 67 വാട്ട് ചാർജറാണ് വന്നത്, ഇവിടെ നമുക്ക് 45 കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഇതുള്ളൂ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ്, Wi-Fi 6, Bluetooth 5.4, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. NFC മാർക്കറ്റ് അനുസരിച്ചാണ്, ഇന്ത്യയിലെ കാര്യം അറിയത്തില്ല. USB Type-C 2.0. ഇപ്പോൾ കണക്ടിവിറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 4 വേരിയൻ്റ് ആണ്. ഈ 4 വേരിയൻ്റ് ഇന്ത്യയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഈ 4 വേരിയൻ്റ് ആണ് ചൈനയിൽ ഇറങ്ങിയിരിക്കുന്നത്. 8GB 128, 8GB 256, 12GB 256, 12GB 512. സോ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 20 തൊട്ട് 24 വരെയൊക്കെ പോകും പ്രൈസ്. സോ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 20 തൊട്ട് 24 വരെയൊക്കെ നോക്കിയാൽ മതി, കാരണം ആ പ്രൈസ് തന്നെയാണ് 13 പ്രോ ഇറങ്ങിയത്. സോ നമുക്ക് പിടിക്കാം, ആ പ്രൈസ് പിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ. ആ പ്രൈസിൽ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ്. ഒന്നിലും അങ്ങനെ എടുത്ത് നിൽക്കാത്തൊരു സ്മാർട്ട് ഫോണാണ്, ഒരു ബാലൻസ്ഡ് ടൈപ്പ് ഓഫ് സ്മാർട്ട് ഫോണാണ്. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യമുണ്ട്, ഡിസ്പ്ലേ അടിപൊളിയാണ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പെർഫോമൻസ് ഒരു എന്താ പറയുക, ഒരു 7S Gen 2 ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ 13 പ്രോ പ്ലസ്, 13 പ്രോയിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ഒക്കെ തന്നെയാണ് Dimensity 7300 ഇരിക്കുന്നത്. കാരണം വലിയ ഡിഫറൻസ് ഒന്നുമില്ല 7S Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓൾമോസ്റ്റ് നല്ല പെർഫോമൻസ് ആണ്. നല്ല ബാറ്ററി പെർഫോമൻസ് ഉണ്ട്, കാരണം ലാർജർ ബാറ്ററിയാണ്. കണക്ടിവിറ്റി അത്യാവശ്യം നല്ലതാണ്. ക്യാമറയും നല്ല ക്യാമറ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ക്യാമറയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് 200 മെഗാ പിക്സലാണ് കിട്ടിയത്, ഇപ്പോൾ നമുക്ക് 50 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. മെഗാ പിക്സൽ അല്ല ശരിക്കും പറഞ്ഞ് നോക്കേണ്ടത്, ക്വാളിറ്റി തന്നെയാണ്. സോ എന്നാലും രണ്ടും അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ്. 13 പ്രോയിൽ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത് നല്ല തന്നെ ക്യാമറയാണ്. പക്ഷേ നിങ്ങൾക്കൊരു സെയിലിൽ നമുക്ക് 13 പ്രോ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് മേടിക്കാനായിരിക്കും ശരി നല്ലത്. കാരണം പുതിയ 14 പ്രോയും നമ്മുടെ പഴയ 13 പ്രോ ആയിട്ട് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു നല്ലൊരു ചിപ്സെറ്റൊക്കെ കൊടുക്കുകയായിരുന്നെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇതിപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ഡിസ്പ്ലേ തന്നെയാണ് അതിലും ഇരിക്കുന്നത്, 13 പ്രോയിൽ ഇരിക്കുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്.
പിന്നെ ചില കാര്യങ്ങളൊക്കെ ഡൗൺഗ്രേഡ് ആണ്. കാരണം അവിടെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുമായിരുന്നു, അത് ഇവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 67 വാട്ട് യാതൊരു 13 പ്രോയിൽ ഉണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ 45 വാട്ടായി. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറവുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് സെയിൽ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് 13 പ്രോ കിട്ടുവാണെങ്കിൽ അത് എടുക്കാനായിരിക്കും നല്ല. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. 14 പ്രോ അത്രയ്ക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉള്ളൊരു ഫോണൊന്നും അല്ല. സോ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.